ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈൽ ബീഫ് കറി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 800 ഗ്രാംസ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ബോണുള്ള ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 വലിയ സവോള ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങാക്കൊത്ത് ഇത് 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞത്, പിന്നെ ചെറുള്ളി അതും ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 6 എണ്ണം ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 3 വല്ലതും എടുക്കാം. ഞാനിവിടെ ഒരു 6 എണ്ണം എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടി ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. അതിലോട്ട് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർക്കാം. ഇപ്പം നിങ്ങൾ ഇത്ര ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കറി വെച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടിയും 1 ടീസ്പൂൺ. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാനിവിടെ 1 കപ്പാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഞാനിവിടെ 1 കപ്പാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 വിസിൽ വരുന്നിടം വരെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അഥവാ 5 വിസിൽ വെച്ച് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഇത് വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ച് തന്നെ കുറച്ചുകൂടെ വേവിച്ചെടുക്കും. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. ഒരു 5 വിസിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തുറന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുത്തു. ഇനി അപ്പം നിങ്ങളുടെ ബീഫ് ഇപ്പോൾ നല്ല പെട്ടെന്ന് വേകുന്ന ബീഫാണെങ്കിൽ 5 വിസിലും കൊണ്ട് വെന്ത് കിട്ടും. അല്ലെങ്കിൽ കുറേ സമയം കൂടെ നിങ്ങൾ അല്ലെങ്കിൽ അടച്ചു വെച്ച് ഒരു 3-4 വിസിലും കൂടെ വെച്ചിട്ടെടുത്താൽ മതി. ഞാനിതിപ്പോൾ തുറന്ന് തന്നെ വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ട്. ഇത് കണ്ടു, ഞാൻ ആ 1 കപ്പ് വെള്ളം ഒഴിച്ചുള്ളൂ. പക്ഷേ ആ വെള്ളം ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയതാണ്. ഇനി നമുക്ക് ഈ ബീഫിലെ ഈ വെള്ളം തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ നേരത്ത് എടുക്കാം. ബീഫിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ബീഫ് വെക്കുമ്പോൾ ഇതുപോലെ ചെറുള്ളി ഇട്ട് കൊടുക്കണം. അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടും. ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇതിലിട്ട് വറക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് വറുത്തെടുക്കാം. ഞാനത് സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. നമുക്ക് ഇതിലോട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. സവാള നന്നായിട്ട് വഴഞ്ഞു വരണം. ഒരു നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണം. ഇതിലോട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്യാണ് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ സവാള എല്ലാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡാവണം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി,
ഗരം മസാല, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇങ്ങനെ സോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, ബേൺ ആയി പോവും. അപ്പം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബീഫിൻ്റെ ആ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോയെന്ന്. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുവാണ്. ബീഫ് നിങ്ങൾ ഇടുമ്പം ആ സമയത്ത് കുറേ ഉപ്പിടണ്ട, ഈ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടാലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രേവി എല്ലാം ബീഫിൽ നല്ലതായിട്ട് പരണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലുള്ള ബീഫൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സാധാ ബോൺലെസ് ആകുമ്പം അതിന് ഇച്ചിരി ടേസ്റ്റ് കുറവായിരിക്കും. അപ്പം ഇപ്പോൾ ഇച്ചിരി എല്ലുള്ള ബീഫൊക്കെ ആകുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് വരും. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഗ്രേവി എല്ലാം ഒന്ന് നന്നായിട്ട് ബീഫ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി നമുക്ക് തേങ്ങ വറുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു പാനിൽ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇതൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്തെടുക്കാം. ഈ തേങ്ങ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത കോക്കനട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് മല്ലിയില വേണേൽ ചേർത്ത് കൊടുക്കാം, അതിനൊരു വേറെ ടേസ്റ്റ് കിട്ടും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ബീഫ് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ബീഫ് എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ബീഫ് പല രീതിയിൽ വെക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ബീഫ് കറിയാണ്, നാടൻ കേരള സ്റ്റൈൽ ബീഫ് കറിയാണ്. ഇത് നിങ്ങൾക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം, അതിനൊരു വേറെ ടേസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തക്കാളി ഇട്ട് വേവിക്കുന്ന കാര്യം, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. പിന്നെ മുളകും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് വേകുന്നത് അത് കുക്കറിൽ ഞാൻ പറഞ്ഞില്ലേ നല്ലതായിട്ട് വേകുന്ന ബീഫാണെങ്കിൽ 5 വിസിലൊക്കെ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടെ എടുക്കും. അതുപോലെ തന്നെ ബീഫിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബീഫിൽ വെള്ളം ഇല്ലെങ്കിൽ അടി പറ്റിപ്പോവും കുക്കറിൽ തന്നെ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.